ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ചിജ്ജഡ ചിന്തനം. ശ്ലോകം 5. അഖിലർക്കുമതിങ്ങനെ തന്നെ മതം സുഖ സാധ്യമിതെന്നു യുഗാദികളും പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായയഹോ വലുതേ. അഖിലർക്കും എല്ലാവർക്കും അത് ഈ പറഞ്ഞത് ഇങ്ങനെ തന്നെ മുൻപറഞ്ഞ വിധം തന്നെ മതം പക്ഷം അഭിപ്രായം സുഖസാധ്യം എളുപ്പത്തിൽ സാധിക്കാവുന്നത് ശുഗാദികളും ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ശുഗമഹർഷി തുടങ്ങിയവരും പകരുന്നു പറഞ്ഞു പോരുന്നു. എല്ലാവർക്കും ഇതിനെപ്പറ്റി ഇതേ അഭിപ്രായമാണുള്ളത്. ഈ വസ്തുത സാക്ഷാത്കരിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞ് പരമ്പരയായി ശുഗാദി മഹർഷികളും പലതും പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. അഹോ, ഭഗവാന്റെ മായ വലുതു തന്നെ. ഇതു രണ്ടിലും എല്ലാം ഒതുങ്ങുമെന്നതുകൊണ്ടോ ഇത് സാക്ഷാത്കരിക്കാൻ എളുപ്പമാണെന്ന് പറയുന്നത് വിശ്വാസമാവാത്തതുകൊണ്ടോ ആയിരിക്കണം ഭഗവാന്റെ മായ വലുതെന്ന് പറഞ്ഞത്. ഇതുവരെ സത്യം തിരഞ്ഞ് പൂർണ്ണമായി കണ്ടിട്ടുള്ളവർക്കെല്ലാം നിലനിൽപ്പിനെക്കുറിച്ചുള്ള പ്രസിദ്ധമായ അഭിപ്രായം മേൽ വിവരിച്ച പ്രകാരം ചിജ്ജഡ രൂപത്തിൽ വേർതിരിഞ്ഞു എന്നതു തന്നെയാണ്. ചിജ്ജഡങ്ങളെ വേർതിരിച്ച് ജഡഭ്രമമുപേക്ഷിച്ച് സദാ സർവത്ര ചിത്തിനെ അനുഭവിക്കുകയെന്നത് പ്രയാസം കൂടാതെ നേടാമെന്ന് ശുഗൻ തുടങ്ങിയ സത്യദർശികളെല്ലാം ഗുരുശിഷ്യ പരമ്പരയെ മുൻനിർത്തി പല യുക്തികളും നൽകി ഉപദേശിക്കുന്നു. എന്തായാലും ജഡഭ്രമമുളവാക്കി ചിത്സ്വരൂപം മറച്ചുകളയുന്ന ചിച്ഛക്തിയായ മായ കടക്കാൻ വിഷമമുള്ളതു തന്നെയാണ്. ആശ്ചര്യം. ചിത്ത്, ജഡം, ബ്രഹ്മം, മായ, പുരുഷൻ, പ്രകൃതി, ജ്ഞാനം, അജ്ഞാനം, പരമാത്മാവ്, മൂലവിദ്യ, ശിവൻ, ശക്തി എന്നീ പദദ്വന്ദ്വങ്ങളെല്ലാം യഥാക്രമം പര്യായ പദങ്ങളായി ഗണിക്കപ്പെടുന്നവയാണ്. ഉപനിഷത്തുക്കൾ മുതൽ ആധുനിക വേദാന്ത ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള സത്യപ്രതിപാദകങ്ങളായ ശാസ്ത്രകൃതികൾ ഈ ചിജ്ജഡങ്ങളുടെ വിവരണങ്ങൾ കൊണ്ട് നിറഞ്ഞവയാണ്. നിലനിൽപ്പ് ചിജ്ജഡ രൂപത്തിൽ വേർതിരിഞ്ഞ് ബുദ്ധിക്ക് തെളിഞ്ഞു കിട്ടിയാൽ പോരല്ലോ. ഭ്രമാനുഭവങ്ങളായ ജഡദൃശ്യങ്ങളെ വേർതിരിച്ച് പുറന്തള്ളി ചിത്തിനെ സ്വസ്വരൂപമായി അനുഭവിക്കാൻ പറ്റുമോ? ഇത് സുസാധ്യമാണെന്ന് വ്യാസപുത്രനായ ശുഗൻ പരീക്ഷിത്തിന് അനേകം മാർഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപദേശിക്കുന്നു. സത്യം ഒന്നേയുള്ളൂ, എക്കാലവും ഒന്നേ ഉണ്ടായിരിക്കുകയുള്ളൂ. കാലം മാറുമ്പോൾ മാറിപ്പോകുന്നതാണെങ്കിൽ അത് സത്യമാകാൻ ഇടയില്ലല്ലോ. സത്യം എന്നും പുതുമയുള്ളതാണ്, അതൊരിക്കലും പഴകിപ്പോകുന്നില്ല. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഋഷീശ്വരന്മാർ എന്തോ പുതിയ സത്യം കണ്ടുപിടിച്ചു എന്ന് സമർത്ഥിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നവർ ഈ വസ്തു രഹസ്യം ധരിക്കാതെയും ഗുരുദേവൻ്റെ വാക്കുകളെ തന്നെ ഗണിക്കാതെയും പ്രവർത്തിക്കുന്നവരാണ്. സകല ജീവികളുടെയും ആത്മാവായി വർത്തിക്കുന്ന സത്യം ചിലരുടെ മാത്രം പ്രത്യേക സ്വത്താണെന്നും മറ്റാർക്കും അതറിയാനോ അറിയപ്പെടാനോ പാടില്ലെന്നും കുറേ പേർ ശഠിച്ചു.
സത്യം മറയ്ക്കപ്പെട്ടതോടെ സമൂഹത്തിൽ ജാതി മതഭേദ ചിന്തകളും ഉച്ചനീചത്വങ്ങളും താണ്ഡവമാരംഭിച്ചു. ഈ അധർമ്മ പ്രകർഷണത്തിനെതിരായി സ്വയം സത്യം സാക്ഷാത്കരിച്ച് കാലാനുസൃതമായി അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാനാണ് ഗുരുദേവൻ അവതരിച്ചത്. സത്യദർശികളുടെ പരമ്പരയെ അവഗണിച്ചുകൊണ്ടല്ല അദ്ദേഹം സ്വജീവിത കൃത്യം നിർവഹിച്ചത്. ആത്മാവിനെ മറന്ന് ലോകകാര്യങ്ങളിൽ ഭ്രമിക്കുന്ന ഒരാൾക്ക് എത്ര വർഷം ആയുസ് നീട്ടി കിട്ടിയാലും എന്ത് പ്രയോജനമാണ്? നേരെ മറിച്ച് സത്യം തെളിയുന്ന ഒരു നിമിഷം ലഭ്യമായാൽ മതി, അതോടെ സകല ശ്രേയസ്സും സിദ്ധിക്കാനിടവരുന്നു. സംഘബദ്ധന് മായാജയം എളുപ്പമല്ല. ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം.